ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റിക്വസ്റ്റഡ് വീഡിയോ ആണ് നേസോഫാരിഞ്ചിയൽ എയർവേ. അപ്പോൾ ഈ എയർവേയുടെ യൂസസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നേസോഫാരിഞ്ചിയൽ എയർവേ ഈസ് എ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നേസോഫാരിഞ്ചിയൽ എയർവേ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ നേസൽ ഫാരിൻസ് പാസേജ് ടു സെക്യൂർ ആൻഡ് ഓപ്പൺ എയർവേ. ഓപ്പൺ എയർവേ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേസൽ പാസേജിലേക്ക് നേസോഫാരിഞ്ചിയൽ എയർവേ ഇൻസേർട്ട് ചെയ്യുന്നത്. വെൻ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ് ദ എയർവേ ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു ടങ് ഫോൾ ഒക്കേഴ്സ്. പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി കഴിയുമ്പോൾ പേഷ്യന്റ് എയർവേ ഒബ്സ്ട്രക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ പേഷ്യന്റ് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. അപ്പോൾ ടങ് ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വെൻ പേഷ്യന്റ് ഈസ് നോട്ട് ടോളറേറ്റിംഗ് ആൻ ഓറൽ എയർവേ, നേസോഫാരിഞ്ചിയൽ എയർവേ ക്യാൻ ബി യൂസ്ഡ് ആൻഡ് ഈസ് ടോളറേറ്റഡ്. ഇപ്പോൾ ഓറോഫാരിഞ്ചിയൽ എയർവേ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേസോഫാരിഞ്ചിയൽ എയർവേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Then it is made up of red rubber, silicon rubber and PVC. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് റബ്ബർ യൂസ് ചെയ്തും സിലിക്കൺ റബ്ബർ യൂസ് ചെയ്തും PVC യൂസ് ചെയ്തിട്ടുമാണ്. ഈ മൂന്ന് മെറ്റീരിയൽസിലുള്ള നേസോഫാരിഞ്ചിയൽ എയർവേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇതിന്റെ സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ ടിപ്പ് ഓഫ് ദ നോസ്ട്രിൽ ടു ദ ഇയർ ലോബ് ഓർ ആംഗിൾ ഓഫ് ജോ. അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മുടെ നോസ്ട്രിലിന്റെ ടിപ്പ് തൊട്ട് ഇയർ ലോബ് വരെ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ജോ വരെയാണ്. അതായത് ടിപ്പ് ഓഫ് ദ നോസ്ട്രൽ ടു ഇയർ ലോബ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ജോ. ആ രീതിയിലാണ് നമ്മൾ സൈസ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതായത് നേസോഫാരിഞ്ചിയൽ എയർവേ എടുത്തിട്ട് നമ്മുടെ ടിപ്പ് ഓഫ് ദ നോസ് തൊട്ട് നമ്മുടെ ഇയർ ലോബ് വെച്ച് സൈസ് നോക്കുക. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നേസോഫാരിഞ്ചിയൽ എയർവേ ഏത് വേണം എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. Then it is 2 to 4 centimeter longer than the oral airway. ഓറൽ എയർവേക്കാളും 2 to 4 centimeter ലോങ്ങർ ആണ് നേസോഫാരിഞ്ചിയൽ എയർവേ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി ഈ രണ്ട് എയർവേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഔട്ട്സൈഡ് ഓഫ് ദ ട്യൂബ് ഈസ് ലൂബ്രിക്കേറ്റഡ് വിത്ത് 2% സൈലോക്കെയിൻ ജെല്ലി സോ ദാറ്റ് ഇറ്റ് എൻറ്റേഴ്സ് ദ നോസ് മോർ ഈസിലി ആൻഡ് സ്മൂത്ത്ലി. അതായത് അപ്രോപ്രിയേറ്റ് സൈസിലുള്ള നേസോഫാരിഞ്ചിയൽ എയർവേ കൺഫേം ചെയ്തതിന് ശേഷം അത് 2% ലിഗ്നോക്കെയിൻ ജെല്ലി യൂസ് ചെയ്ത് നല്ല രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വേണം പേഷ്യന്റ് നോസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും ഇൻസേർഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് അൺഒബ്സ്ട്രക്റ്റഡ് നോസ്ട്രിൽ ഫോർ ഇൻസേർഷൻ ഓഫ് നേസൽ എയർവേ. അതായത് ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്ത നോസ്ട്രിലിൽ കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നേസൽ എയർവേ ഇൻസേർഷൻ ചെയ്യാനുള്ളത്. ചിലപ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു നോസ് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള എയർവേ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു നോസിലും കൂടി മാത്രമേ എന്ത് ചെയ്യാവൂ, എയർവേ ഇൻസേർഷൻ ചെയ്യാവൂ. The airway is inserted and advanced at an angle perpendicular to the face. എയർവേ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് ആംഗിൾ പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി ഓറൽ എയർവേയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓറൽ എയർവേയുടെ ഇൻസേർഷൻ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയിലാണ് ആംഗിൾ പോകുന്നത്. പക്ഷേ നമ്മുടെ നേസൽ എയർവേ എന്ന് പറയുമ്പോൾ ആംഗിൾ പെർപെൻഡിക്കുലർ ടു ദ ഫേസ് ആണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാട്ടോ. ദെൻ 2 ടൈപ്സ്. നമുക്ക് നേസൽ എയർവേ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് എയർവേ വിത്ത് ആൻ അഡ്ജസ്റ്റബിൾ ഫ്ലെയിഞ്ചും നെക്സ്റ്റ് വൺ എയർവേ വിത്ത് എ വൈഡ്ലി ഫ്ലെയർഡ് എൻഡും. അതായത് അഡ്ജസ്റ്റബിൾ ഫ്ലെയിഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് യെല്ലോ എയർവേ ആണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു റിങ് പോലെ ഒരു സാധനം ഉണ്ട്. അതാണ് ഫ്ലെയിഞ്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പേഷ്യന്റ് നോസ്ട്രിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വൈഡ്ലി ഫ്ലെയർഡ് എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറൽ എയർവേയുടെ ഫ്ലെയിഞ്ച് ഇരിക്കുന്നത് പോലെ ആയിരിക്കും നേസൽ എയർവേയുടെ ഫ്ലെയിഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ 2 ടൈപ്സ് ഓഫ് നേസൽ എയർവേയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഫ്ലോർ ഓഫ് ദ നോസ് ഈസ് ദ റൂഫ് ഓഫ് ദ മൗത്ത് ആൻഡ് ഇറ്റ് ഈസ് ദ വൈഡസ്റ്റ് പോർഷൻ ഓഫ് ദ നേസൽ ക്യാവിറ്റി. അതായത് നമ്മുടെ നോസിന്റെ ഫ്ലോർ ആണ് മൗത്തിന്റെ റൂഫ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അത് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ സ്വന്തമായിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മുടെ നോസിന്റെ ഫ്ലോർ, നോസിന്റെ താഴ്ഭാഗം, ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, തറ അല്ലെങ്കിൽ അടിത്തറ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മുടെ നോസിന്റെ ഫ്ലോർ. ദെൻ മൗത്ത് എന്ന് പറയുന്നത് റൂഫ്, നമ്മുടെ മൗത്തിന്റെ മേൽഭാഗം. അപ്പം എന്താണ്, നോസിന്റെ ഫ്ലോറും മൗത്തിന്റെ റൂഫും ആണ് നേസൽ ക്യാവിറ്റിയുടെ വൈഡസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി ഏതൊക്കെ സൈസസിലാണ് ഇത് അവൈലബിൾ എന്ന് നോക്കാം. അവൈലബിൾ ഇൻ ഡിഫറെന്റ് സൈസസ് 22, 24, 26, 28, 30, 32. ഈ സൈസസിലൊക്കെ നമുക്ക് നേസോഫാരിഞ്ചിയൽ എയർവേ അവൈലബിൾ ആണ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് അല്ല, എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്.
ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ എക്സാമിന് എല്ലാവരും ഡയഗ്രാം വരയ്ക്കണം, പാർട്സ് അടയാളപ്പെടുത്തണം, അതിന് പ്രത്യേകം മാർക്കുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേസൽ എയർവേയുടെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലെയിഞ്ച് ഉണ്ട്, ദെൻ ഹോളോ കാനുല, അതായത് നമ്മുടെ എയർവേ ചാനൽ, ദെൻ ടിപ്പ് വിത്ത് ബീവൽ, ടിപ്പും ഉണ്ട്. ഓക്കെ, ഇതാണ് നേസോഫാരിഞ്ചൽ എയർവേയുടെ പാർട്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ഈ പിക്ചർ വരയ്ക്കാനും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി നോക്കിയാൽ ഇതിന്റെ കറക്റ്റ് സ്കെച്ച് ഡയഗ്രാം കിട്ടും, അതുപോലെ വരച്ച് പഠിക്കുക, അതുപോലെ എക്സാമിന് ഇത് വരയ്ക്കുക, പാർട്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. ഇനി എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.